ഭരണവിരുദ്ധ വികാരത്തിനും അപ്പുറം വിമത നീക്കങ്ങളും പാർട്ടി ഗ്രാമങ്ങൾ മാറി ചിന്തിച്ചതും CPM എന്ന പാർട്ടിയെ ചരിത്രത്തിൽ ഇല്ലാത്ത വിധം തുടച്ചു നീക്കി. ഒരു ഡസൻ മന്ത്രിമാരുടെ തോൽവി, ഉറപ്പിച്ചിരുന്ന പല കോട്ടകളും താഴെ വീണു നിൽക്കുമ്പോൾ ഇനി ഇടതുപക്ഷം എല്ലാം ഒന്നേന്ന് തുടങ്ങണം. പാർട്ടി ശക്തമാകണമെങ്കിൽ പ്രതിപക്ഷത്തിരിക്കണമെന്ന് പറഞ്ഞ പലരും തഴുതപ്പൊന്നുണ്ടെങ്കിലും ഇതിനെയെല്ലാം ആണിക്കല്ല പിണറായി വിജയൻ എന്ന ഒരാൾക്ക് മാത്രം ആയിട്ട് ചുരുങ്ങുകയാണ്. പോലീസിന്റെ ഗുണ്ടാവിളയാട്ടവും അഴിമതിയുമെല്ലാം കണ്ണടച്ച് ഇരുട്ടാക്കിയ ഒരു സർക്കാരായിരുന്നു പിണറായിയുടേത്. ഇന്ന് ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും അധികാരമില്ലാത്ത പാർട്ടിയായിട്ട് CPM മാറുമ്പോൾ പിണറായിക്കും ഗോവിന്ദനുമെതിരെ മുണ്ടും മടക്കി കുത്തി പോരാട്ടത്തിനിറങ്ങുകയാണ് MA ബേബി. ഘടകകക്ഷികൾ വഞ്ചിച്ച PM ശ്രീയിൽ ഒപ്പുവെച്ചപ്പോഴും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മൂക്കും കുത്തി വീണപ്പോഴുമെല്ലാം പല ആവർത്തി MA ബേബി താക്കീത് നൽകിയതാണ്. അതൊന്നും വകവയ്ക്കാതെ വീട്ടിൽ പോയി ചോദിക്കുന്ന ധിക്കാരത്തിൽ ഇരുന്ന പിണറായിക്ക് ജനം മറുപടി കൊടുത്തു. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടിക്ക് പിന്നാലെ CPMൽ കലാപം പുകയുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനും പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനുമെതിരെ മുതിർന്ന നേതാവായ MA ബേബി ആഞ്ഞടിച്ചു കഴിഞ്ഞു. വെറുമൊരു തോൽവിയല്ല, പാർട്ടി അതിന്റെ വേരുകൾ അറുത്തുമാറ്റപ്പെട്ട അവസ്ഥയിലാണ് എന്ന യാഥാർത്ഥ്യം MA ബേബി തുറന്നടിക്കുമ്പോൾ പിണറായിക്കും ഗോവിന്ദനും വരാനിരിക്കുന്നത് എട്ടിന്റെ പണി തന്നെയാണ്. രാവിലെ 10 മണിക്ക് തുടങ്ങിയ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം നീണ്ടുപോയത് രാത്രി 10 മണി വരെയായിരുന്നു. സമീപകാല ചരിത്രത്തിലൊന്നും ഇത്രയും നീണ്ട ഒരു ചർച്ച AKG സെന്ററിൽ നടന്നിട്ടില്ല. യോഗത്തിനകത്ത് നടന്നത് സാധാരണ ചർച്ചകളായിരുന്നില്ല, മറിച്ച് നേതൃത്വത്തിന്റെ വീഴ്ചകൾ ഓരോന്നോരോന്നായി എണ്ണി പറഞ്ഞുകൊണ്ടുള്ള വിചാരണയായിരുന്നു അത്. മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ ഏകപക്ഷീയമായ തീരുമാനങ്ങളും MV ഗോവിന്ദന്റെ പാർട്ടി നയിക്കുന്നതിലെ പരാജയവുമാണ് 102 സീറ്റുകളുമായിട്ട് UDF അധികാരം പിടിക്കാൻ കാരണം ആയത് എന്നാണ് രൂക്ഷ വിമർശനം. പ്രത്യേകിച്ചും MA ബേബി സ്വീകരിച്ച നിലപാട് പിണറായിയെയും ഗോവിന്ദനെയും പ്രതിരോധത്തിലാക്കി. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞുമാറാതെ തോൽവിയുടെ ഉത്തരവാദിത്തം നേതൃത്വം ഏറ്റെടുക്കുമെന്ന സൂചനയാണ് ബേബി നൽകിയത്. താഴെത്തട്ടിലുള്ള പ്രവർത്തകരെ കേൾക്കും, അവരുടെ രോഷം നേരിട്ടറിയുമെന്ന് ബേബി പറയുമ്പോൾ അത് പിണറായിയുടെയും ഗോവിന്ദന്റെയും ശൈലിക്കെതിരെയുള്ള നേരിട്ടുള്ള പ്രഹരമായി മാറുന്നു. സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിച്ച പറ്റി, കണ്ണൂരിലെ കോട്ടകളിൽ വിള്ളൽ വീണു, ജനകീയ വിഷയങ്ങളിൽ ഇടപെടുന്നതിൽ നേതൃത്വം പരാജയപ്പെട്ടു, ഇങ്ങനെ നീളുന്നു കുറ്റപത്രങ്ങൾ. MV ഗോവിന്ദന് വിശദീകരണങ്ങൾ പാർട്ടിക്കുള്ളിൽ വില പോകുന്നില്ല എന്നതാണ് വസ്തുത. അപ്രതീക്ഷിത പരാജയം എന്ന് പറഞ്ഞ് കൈ കഴുകാൻ നോക്കിയ ഗോവിന്ദനെതിരെ പല നേതാക്കളും രംഗത്തെത്തിയ കാഴ്ചയും നമ്മൾ കണ്ടു. യാഥാർത്ഥ്യം അംഗീകരിച്ച് മുന്നോട്ട് പോകണമെന്നും വെറും വാചകസർത്തുകൾ മാത്രം കൊണ്ട് ജനവികാരത്തെ മാറ്റാൻ കഴിയില്ല എന്നും യോഗത്തിൽ അഭിപ്രായമുയർന്നു. മെയ് ജൂൺ മാസങ്ങളിൽ നടക്കാൻ പോകുന്ന താഴെത്തട്ടിലുള്ള കമ്മിറ്റികളിൽ പിണറായിക്കെതിരെയും ഗോവിന്ദനെതിരെയും വലിയ പൊട്ടിത്തെറികൾ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളിൽ പോലും വോട്ട് ചോർന്നത് നേതൃത്വത്തിന് വൻ തിരിച്ചടിയായി. തോൽവിയുടെ ആഘാതം ഇത്ര വലുതായിട്ടും ശൈലി മാറ്റാൻ തയ്യാറാകാത്തവർക്കെതിരെ പാർട്ടി ഘടകങ്ങളിൽ നിന്നും പണി തുടങ്ങിക്കഴിഞ്ഞു. പിണറായി വിജയന്റെ ക്യാപ്റ്റൻ ഇമേജിന് ജനങ്ങൾ നൽകിയ മറുപടിയും MV ഗോവിന്ദന്റെ സംഘടനാപരമായ പരാജയവും പാർട്ടിയിൽ പുതിയൊരു അധികാര സമവാക്യത്തിന് വഴി തുറക്കുമോ എന്നതാണ് ഇനി അറിയേണ്ടത്.